ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗെയിൻ. അപ്പം ഇന്ന് സൺഡേ ആണ്, ക്ലാസ് ഇല്ല, ഓഫ്ലൈനായിട്ടും ഇല്ല ഓൺലൈനായിട്ടും ഇല്ല. അപ്പോൾ ഫുള്ള് ബോറടിയാണ്. ഞാനുണ്ടല്ലേ ആദ്യമായിട്ട് ഒന്നിച്ചുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് അല്ലേ? നമ്മൾ ആദ്യമായിട്ട് രണ്ടുപേരും ഒന്നിച്ചുണ്ടാകുന്നത്. ഞാനും മാനസികമായിട്ട് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഞാനുണ്ടല്ലേ ജാതിയിട്ടാണ് ഉള്ള നാട്ടിൽ പോകേണ്ടുന്നതുകൊണ്ട് മാത്രം. അപ്പം നമ്മളിന്ന് നോർമലിൽ നിന്ന് വ്യത്യസ്തമായി വേറെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? കപ്പയും മുളകും. കണ്ണൊന്നുമില്ല. അയ്യോ, ഇതെങ്ങനെയാന്ന് നമുക്കറിയില്ല. ഇങ്ങനെ തന്നെയാ? അങ്ങനെ പിടിച്ചോ നോക്കുന്ന നമുക്കിതിങ്ങനെ ബോറടിക്കുമ്പം ബോറടിക്കുമ്പോൾ കത്തിയുടെ പ്രശ്നമുണ്ട്. ഒരു മണിക്കൂടി കത്തി കുറച്ച് കപ്പ വെട്ടുന്ന ഇടുക്കിക്കാരും എല്ലാം കാണണം. റിയലി ഗുഡ്. അപ്പം നമ്മൾ ഇന്നലെ കപ്പ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് അതിലേക്ക് ഉപ്പിടണം. ഇടുക്കിക്കാരി നമ്മൾ നന്നായിട്ട് അളക്കണം. സ്പൂണ് തപ്പിപ്പോയാൽ അളക്കലുണ്ടാവില്ല. ലോക്ക് ചെയ്യുക. കേസൊക്കെ ടെൻഷനാണ്. എൻ്റെ ഒരു എത്ര വിസിൽ വേണം? 2, 3, 4. 3 4 വിസിൽ വേണം. ബാക്കി കുക്കിംഗ് ഇരട്ടത്തുനിന്നാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് സീനിയർ ഷെഫ് എന്ന് പറഞ്ഞുതരും. ഞാനത് കേട്ട് ഉണ്ടാക്കും. മുളകരിഞ്ഞിടാം. എത്ര മുളകിടണം? അത് മൊത്തം ഇടണം. മൊത്തം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെയല്ല, നടുക്കുന്ന മുറിക്കും. ഓക്കെ, എന്നാ പിന്നെ എന്തിനാ മിക്സിയിലിടുന്നേ? പിന്നെ നടുക്ക് ഇങ്ങനെ അങ്ങനെ ആക്കിയാൽ എന്നിട്ട് പിന്നെയും ഇടട്ടെ. ഓക്കെ, 2 മുളക്, 5, 6, 7 ഫ്രോകളൊക്കെ ഇങ്ങനെയാണ്. 1, 2, 3 മുറിക്കും. തെറിച്ച് കഞ്ഞിമോമന് വരെ പോകും. 7 കണ്ടു വേണ്ട, ഒരു സുമാർ അങ്ങോട്ട് ഇടാം. അങ്ങനെയാണ് സീനിയർ ഷെഫ് എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഞാൻ അതുപോലെ പറയുന്നു. ഇതാ ഈ ജാറ് ഇത്രത്തോളം പച്ചമുളക് ഇട്ടിന് 4 ആക്കി കട്ട് ചെയ്യാം. ഇനി ഈ 2 സവാള 4 ആക്കി ഉള്ളിയാണ് ഇടേണ്ടത്. നമുക്ക് സവാള ഇടാം. ഇല്ല, ഇനിയാണ് നമ്മൾ പണി തുടങ്ങുന്നത്. ഇല്ല, ഉപ്പാരിടും. ഉപ്പ് ഷെഫ് ഇടണം എന്നാണ്. പിന്നെ എന്തെങ്കിലും കൊളായി നമുക്ക് ഷെഫിനെ പറയാമല്ലോ. ഉപ്പിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത് അല്ലേ? ലിപ്സ്റ്റിക്കിലാണ് സൗന്ദര്യം ഇരിക്കുന്നത്, ഉപ്പിലാണ് സ്വാദിരിക്കണേ എന്നാണല്ലോ. ഇനി നമുക്കിത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അടയുമോ? ഞാൻ കൊണ്ടുവന്ന മിക്സി അങ്ങനെ നന്നായിട്ട് അടയും. ദിസ് ഈസ് ഫ്രം ഗൾഫ്. ഡാഡി ഗൾഫിൽ പോയിട്ട് എന്ത് സമ്പാദിച്ചെന്ന് എൻ്റെ ഉമ്മ ചോദിക്കാറുണ്ട്. മിക്സി ഇതിനിപ്പോൾ 1 വിസിലടിച്ചു. ഇനി ഒരു 2 3 വിസിലും കൂടി അടിച്ച് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. യെസ്, ഇതിപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. ഉപ്പൊക്കെ ബാലൻസ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലി ആഡ് ചെയ്യേണ്ട സാധനമാണ് വെളിച്ചെണ്ണ. നമ്മൾ ഇതേ മറ്റേ കപ്പയും കൂടി തിന്നുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണം. ഇതെല്ലാം പറഞ്ഞിട്ട് തന്നെ നമ്മളിത് പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 8 or 9 months ബാക്ക്. അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഫാനായിരുന്നു. കപ്പയും ഏകദേശം ഇവിടെ റെഡിയായി. പിന്നെ ഒരു ചമ്മന്തി റെഡിയായി. ഇനി സെക്കൻഡ് ചമ്മന്തി ഈസ് ഫ്രം മരിയാസ് ചുട്ടരച്ച മുളക് ചമ്മന്തി. ഇത് ഭയങ്കര കട്ടിയിലുണ്ടാകാം. ഇത് അങ്ങനെ തന്നെ ഡയറക്റ്റ് തിന്നു കഴിഞ്ഞാൽ വയറും പോകും, കരളും പോകും. സോ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഈ ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. പക്ഷെ നെവർ മെയ്ഡ്. ഓക്കെ, അയ്യോ, ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇത്രയും കട്ടിയുണ്ട് ഇതിന്. ഇതിൽ ഉപ്പ് കുറവായിരിക്കും. സോ ആഡ് കുറച്ചുകൂടി ഉപ്പ് കൂടിപ്പോയാൽ സാറ്റില്ല. കുറച്ചുകൂടി ചമ്മന്തി ആഡ് ചെയ്താൽ മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണ
അതിൻ്റെ ഒരു ഇത്തിരി വെള്ളം വേണം, കാരണം നല്ല ലൂസായിരിക്കണം, അല്ലെങ്കിൽ ഈ വയറൊക്കെ പുകഞ്ഞ് പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ ടൈം ഉണ്ടാവില്ല. കപ്പ അവിടെ ഏകദേശം റെഡിയാകുന്നുണ്ട്. എൻ്റെ ഡെല്ല സീനിയർ ഷെഫ് അതിൻ്റെ പണിയൊക്കെ നോക്കുന്നു, നമ്മൾ ജൂനിയർ ഷെഫ് ഇങ്ങനത്തെ ലോട്ടിലോടൊക്കെ പണികളൊക്കെ നോക്കുന്നു. ആഡ് വാട്ടർ. നമ്മൾ കൈ കൊണ്ടാക്കിയാലേ ഇതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, എപ്പോഴും സ്പൂൺ ഒരു ഫോർക്ക് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. സെറ്റ്. എന്നാലും നല്ല എരിവുണ്ട്. അപ്പം ചമ്മന്തി നമ്പർ 1 ആൻഡ് ചമ്മന്തി നമ്പർ 2. ഇനി കപ്പയും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ പൊളിക്കാം. അതിൽ ഞങ്ങൾ കുറച്ച് നേരത്തെ അരപ്പ് ചേർത്തായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ആക്രാത്ത കൊണ്ട്. കുറച്ചേ അരപ്പ് ചേർത്തായിരുന്നുള്ളൂ. വാവ്, കുറച്ചധികം ചമ്മന്തി വേണം. ഇത് കുറച്ച് മതി. യെസ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല, ഇപ്പം കിട്ടാം. പിടിച്ചോ. റെഡിയായി. ഇതാണ് പറയുന്നത്, വെവ്വേറെ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ വേണം, അപ്പോൾ അവരുടെ കൾച്ചർ, അവരുടെ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സീനിയർ ഷെഫ് എനിക്ക് വിട്ടുവന്നിരിക്കുന്നു. മറ്റേ ഫുഫു ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ചീസൊക്കെ ഇങ്ങനെ വരുന്ന പോലെ. ഓ, നിങ്ങൾ കണ്ട ശരിക്കും അങ്ങനെ വന്നായിരുന്നു. ഇതാണ്. ഇനി കുറച്ചധികം തന്നെ മുളക് ചമ്മന്തി. എൻ്റെ എക്സ്പ്രഷനൊക്കെ കാണിച്ചു. ഇനി മറ്റേ ചുട്ടരച്ച ചമ്മന്തി. നല്ല എരിവുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ട്.